നമസ്കാരം, എല്ലാവർക്കും സോനസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പൊതിച്ചോറിന്റെ റെസിപ്പിയുമായിട്ടാണ്. വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ എങ്ങനെ പെട്ടെന്നൊരു പൊതിച്ചോറ് തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. അതിക്ക് മുമ്പ് നമ്മുടെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടിട്ട് വരാം. ആദ്യം തന്നെ വളരെ എളുപ്പത്തിൽ ടേസ്റ്റിയായി വഴുതനങ്ങ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗളിൽ 3-4 വഴുതനങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്ക്വയറായിട്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ശരിക്കും മിക്സ് ചെയ്യണേ. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇതിങ്ങനെ കുറച്ച് നേരം ഇരിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാം. ഇനി ഒരു പാൻ വെക്കുക. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ പാകം ചെയ്യുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഒരു 2-3 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ആ വെളുത്തുള്ളി ഒന്ന് വഴന്ന് വരത്തില്ലേ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി എന്തോരം എടുക്കുന്നോ അത്രയും ടേസ്റ്റ് ആണ്. ഞാനിവിടെ ഒരു 10-12 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്യാം. ഈ ചെറിയുള്ളിയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയിട്ട് വരണം. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് മാറ്റി വെച്ചേക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. തീ കുറച്ച് വെക്കണേ. ഇനി നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് നോക്കാം. ഇത് ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സ്പൂണും കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കാവേ. അപ്പം നമ്മുടെ വഴുതനങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു പാൻ വെക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത സവാള ചേർക്കാം. ഞാനിവിടെ 1 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 പച്ചമുളകും ഒരു 4 വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത്. ഇത് ഓൾറെഡി ബോയിൽ ചെയ്ത ഉരുളക്കിഴങ്ങാണ്, ഉപ്പിട്ടിട്ടില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അധികം നേരം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഉരുളക്കിഴങ്ങ് നമ്മൾ ഓൾറെഡി ബോയിൽ ചെയ്തതാണ്. നമുക്കിനി ഇത് അടച്ചു വെക്കാം.
നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഇപ്പൊ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടി. ഇനി നമുക്ക് മുട്ട വറുക്കാം. അതിനായി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 മുട്ട, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ പച്ചമുളക് ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ചെറിയ ഉള്ളി ഒരു 3 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു തക്കാളിയുടെ പകുതി ഭാഗം ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ഇത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇത് നമുക്ക് ഈ ചൂടായ ദോശക്കല്ലിലേക്ക് ഒഴിച്ചിട്ട് വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു മുട്ടയിട്ടാണ് വറുത്തെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 2 ട്രിപ്പായിട്ട് കുറച്ചിട്ട് കട്ടി കുറച്ചിട്ട് വറുത്തെടുക്കാം. ഇതല്പം കട്ടിയുള്ളതാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മുട്ട വറുത്തെടുക്കാം. ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മുട്ട വറുത്തത് ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കണം നോക്കാം. തേങ്ങാ ചമ്മന്തി തയ്യാറാക്കാനായി മിക്സിയുടെ ജാറിലേക്ക് ഉണക്കമുളക്, ഞാൻ 3 ഉണക്കമുളക് എടുത്തിരിക്കുന്നത്. കാശ്മീരി ഉണക്കമുളകാണ്. ഇത് ചെറുതായിട്ട് കണ്ടിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കൊച്ചുള്ളി ഒരു 3-4 എണ്ണം, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളിയൊക്കെ ഇഷ്ടമനുസരിച്ചിട്ട് എടുക്കാം. ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനിയിപ്പോൾ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്ത് ചെറുതായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ശരിക്കറിയണ്ട, ഇതേപോലെ അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു ബോൾ രൂപത്തിലാക്കി വെക്കാം. നമ്മുടെ തേങ്ങാ ചമ്മന്തി ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊതിച്ചോറ് സെറ്റ് ചെയ്യാം. അതിനെ കഴുകിയിട്ട് തുടച്ചെടുത്ത വാഴയില നമുക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കാം. ഞാനിവിടെ 2 വാഴയില വെച്ചിട്ടുണ്ട് കേട്ടോ, കാരണം നമ്മുടെ വാഴയിലക്ക് വീതി കുറവാണ്. ഇതിലേക്ക് ചോറ് വെച്ച് കൊടുക്കാം. ഇനി സൈഡിലേക്ക് നമ്മുടെ വഴുതനങ്ങ കറി ചേർത്ത് വെക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി, ചമ്മന്തി വെച്ച് കൊടുക്കാം. മുട്ട വറുത്തത് വെച്ച് കൊടുക്കാം. നമ്മുടെ കണ്ണിമാങ്ങ അച്ചാറ്. കണ്ണിമാങ്ങ എൻ്റെ അല്ല കേട്ടോ, നിറപറടയാണ്. അടിപൊളി ടേസ്റ്റാണ്. ഇനി മീൻ വറുത്തത് നടുക്ക് വെച്ച് കൊടുക്കാം. മീൻ ഓൾറെഡി മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതാ ഞാൻ മീൻ വറുത്തത് കാണിക്കാഞ്ഞത്. ഇനി നമുക്ക് പൊതിഞ്ഞെടുക്കാം. നമ്മുടെ പൊതിച്ചോറ് ഒന്ന് കഴിച്ചു നോക്കിയാലോ. ആ മുട്ട വറുത്ത മീനൊക്കെ സൈഡിലോട്ട് മാറ്റി വെക്കണം. എന്നിട്ട് എല്ലാ കറിയിൽ നിന്നും കുറച്ചെടുക്കണം. കുറച്ച് വഴുതനങ്ങ, ചമ്മന്തി, നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി, പിന്നെ ആ മീൻ അത് കുറച്ച് കിള്ളിയിട്ട് ഇങ്ങനെ നടുക്കോട്ട് വെക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ കണ്ണിമാങ്ങ എടുത്തിട്ടില്ല, ഇങ്ങനെ ഞെരടിയിട്ട് അതും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ കുഴച്ചിട്ട് വയലോട്ട് ഇങ്ങനെ വെക്കണം. ആഹാ, എന്ത് ടേസ്റ്റ് ആണല്ലേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.